ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ മക്കയിലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ച കഠിനമായ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഹബസീനിയയിലേക്കുള്ള ആദ്യ ഹിജറ സംഭവിച്ചത്. നബുവത്തിന്റെ 5-ാം വർഷമായപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുയായികളെയും സാമൂഹികമായും സാമ്പത്തികമായും ശാരീരികമായും ശക്തമായി പീഡിപ്പിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് അടിമകളും ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിമുകളുമായിരുന്നു കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സ്വഹാബത്തിനോട് സ്വതന്ത്രമായ മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കുവാൻ പറയുന്നത്. അന്ന് ഹബശീനിയെ ഭരിച്ചിരുന്നത് നജ്ജാശി എന്ന നീതിമാനായ ഭരണാധികാരിയായിരുന്നു. അവരുടെ അടുക്കലേക്ക് ചെന്ന ആരെയും അദ്ദേഹം ഇതുവരെ ആയിക്കൊണ്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. നിരാശ്രരായി തന്നിലേക്ക് വരുന്ന ഏതൊരാൾക്കും അദ്ദേഹം അഭയം നൽകിയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹബ്സീനിയയിലേക്ക് പോകൂ എന്നായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം. ഈ നിർദ്ദേശത്തെ തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ചെറിയ ചെറിയ സംഘങ്ങളായിക്കൊണ്ട് ഹബശീനിയയിലേക്ക് യാത്ര തിരിച്ചു. 11 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്നതായിരുന്നു ആ കൊച്ചു സംഘം. ഈ സംഘത്തിൽ പ്രധാനിയായിരുന്നു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പുത്രിയുമായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹ. ഈ ദമ്പതികളുടെ യാത്ര കണ്ടുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം ഹിജറ ചെയ്യുന്ന ആദ്യ ദമ്പതികളാണ് അവരെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മക്കയിൽ നിന്നും രഹസ്യമായി പുറപ്പെട്ട ഈ സംഘം ശുഐബ തുറമുഖത്ത് എത്തുകയും അവിടെ നിന്നും കടൽ മാർഗം ഹബശീനിയയിലേക്ക് പുറപ്പെടുകയുമായിരുന്നു ചെയ്തത്. അവർ പുറപ്പെട്ട വിവരം ഖുറൈശികൾ അറിഞ്ഞപ്പോഴേക്കും അവർ കടലിലേക്ക് പ്രവേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഖുറൈശികൾക്ക് അവരെ പിടിച്ചു നിർത്താനായിട്ടില്ല. ഹബശീനിയയിലെത്തിയ ആ കൊച്ചു സംഘത്തിന് അവിടുത്തെ രാജാവ് നജ്ജാശി പ്രത്യേകമായ സംരക്ഷണം നൽകുകയുണ്ടായി. അങ്ങനെയിരിക്കെയാണ് മക്കക്കാർ മുഴുവനും ഇസ്ലാം സ്വീകരിച്ചു എന്ന തെറ്റായ വാർത്ത ഹബശീനിയയിൽ കഴിയുന്ന മുസ്ലിമീങ്ങൾ അറിയുന്നത്. ആ വാർത്ത വിശ്വസിച്ചുകൊണ്ട് അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ മക്കയിലേക്ക് എത്തിയ മുസ്ലിമീങ്ങളുടെ സ്ഥിതിഗതികൾ അങ്ങനെയായിരുന്നില്ല. തിരിച്ചെത്തിയ മുസ്ലിമീങ്ങളെ മക്ക മുശ്രിക്കുകൾ ശക്തമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പൊറുതിമുട്ടിയതോടെ അവർ വലിയ സംഘങ്ങളായിക്കൊണ്ട് വീണ്ടും ഹബശീനിയയിലേക്ക് തന്നെ യാത്ര തിരിച്ചു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സംഘത്തിന്റെ നേതാവ്. അങ്ങനെ ഹബശീനിയയിൽ മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണെന്നറിഞ്ഞ മക്ക മുശ്രിക്കുകൾ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അവർ ചെറിയ ചെറിയ സംഘങ്ങളായിക്കൊണ്ട് നജാശി രാജാവിന്റെ അടുത്തേക്ക് ചെല്ലുകയും അവർക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. മക്ക മുശ്രിക്കുകളുടെ ആവശ്യം മനസ്സിലാക്കിയ നജാശി രാജാവ് മുസ്ലിമീങ്ങളെ അന്വേഷിക്കുകയുണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാശി രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ മക്കയിൽ അനുഭവിച്ച കൊടിയ പീഡനങ്ങളും ക്രൂരതകളും നജാശി രാജാവിന് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ വിശദീകരണത്തിൽ തൃപ്തരായ നജാശി രാജാവ് മക്ക മുശ്രിക്കുകളെ തിരിച്ചയക്കുകയുണ്ടായി. അങ്ങനെ ഇസ്ലാമിന്റെ സ്വതന്ത്ര വ്യാപനത്തിനും സംരക്ഷണത്തിനും ഹബശീനിയ വഴിയൊരുങ്ങി. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പ്രചരണത്തിനും നജാശി രാജാവിന്റെ ഇസ്ലാമിക ആഗമനത്തിനും ഇതു കാരണമായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷമാണ് ഹബശീനിയയിലുള്ള മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് തിരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഖൈബർ യുദ്ധ വിജയത്തിനു ശേഷമായിരുന്നു മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടക്കം. ഈ മടക്കം ഹബീബായ നബി തങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കിയ ഒരു തിരിച്ചുവരവായിരുന്നു.